കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം, നെഗറ്റീവായിട്ടുള്ള എനർജികളുണ്ട്, പോസിറ്റീവായിട്ടുള്ള എനർജിയുണ്ട്. എന്തുണ്ടെങ്കിലും അതിനൊരു ഓപ്പോസിറ്റ് ഉണ്ട്. രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ടെന്ന് പറയുന്നത്, പകലുണ്ടെങ്കിൽ രാത്രി ഉണ്ടെന്ന് പറയുന്ന കണക്ക് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അപ്പം പോസിറ്റീവ് എനർജി കൊണ്ടാണ് നമ്മുടെ വീടും പരിസരവും നിറയുന്നതെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിനും മുന്നേറ്റം ഉണ്ടാവും. അതേസമയം നെഗറ്റീവ് എനർജികൾ കൊണ്ടാണ് വീടും പരിസരവും നിറയുന്നതെങ്കിൽ നമ്മുടെ പല കാര്യത്തിനും നമുക്ക് നെഗറ്റീവായിട്ട് സംഭവിക്കും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ബ്ലോക്കായി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് വീടിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അത് നമ്മളുടെ വീടും പരിസരവും ആദ്യം വൃത്തിയായി സൂക്ഷിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയത്, പഴകിയത്, ആവശ്യമില്ലാത്തതായിട്ടുള്ള സകല സാധനങ്ങളും വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കണം. ഞാൻ ഒത്തിരി പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിനകം മൊത്തം തൂത്ത് വൃത്തിയാക്കണം. ജനലുകളും വാതിലുകളും എല്ലാം തുറന്നിടണം. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതും ഇനി നമുക്ക് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം വാരി പുറത്തിടണം. അതുപോലെ തന്നെ ഇപ്പം ഉപയോഗശൂന്യമായ ടേപ്പ് റെക്കോർഡർ, അയൺ ബോക്സ്, പഴയ TV-കൾ, അങ്ങനെ വർക്കാകാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് പല വീടുകളിലും സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെല്ലാം വീട്ടിൽ നിന്ന് മാറ്റണം. ഉപയോഗശൂന്യമായ സകല വസ്തുക്കളും വീട്ടിൽ നിന്ന് മാറ്റണം. അതുപോലെ തന്നെ പൊട്ടിയ അക്വേറിയത്തിൻ്റെ ടാങ്കുകൾ, പൊട്ടിയ പാത്രങ്ങൾ, പൊട്ടിയതോ അടന്നുപോയതോ ആയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക, അതിനകത്ത് ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സകല കാര്യങ്ങളും മാറ്റുക. പ്രധാന ഡോറിൽ വിള്ളലുകളോ പൊട്ടലുകളോ ഡാമേജുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അതെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്നിട്ട് വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം ബ്ലാക്ക് ടൊർമാലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൺ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ഒരു കല്ലുപ്പിനകത്ത് ലേശം വെള്ളം ഒഴിച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് അവിടെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്തേക്ക് നെഗറ്റീവ് എനർജി കടന്നു വരില്ല. ബ്ലാക്ക് ടൊർമാലിൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺ എടുത്ത് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീടുകളിൽ പല സ്ഥലങ്ങളിലൊക്കെ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം, അതിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ കുളിക്കുന്നത്, അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മളുടെ നെഗറ്റിവിറ്റി പോകാനും നമ്മളെപ്പോഴും ഫ്രഷ് ആയിരിക്കാനും ഏറ്റവും നല്ലതാണ്. ഇത് എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കല്ലുപ്പിട്ടിട്ടുള്ള വെള്ളത്തിൽ കുളിക്കാം. അതും ഈ നെഗറ്റിവിറ്റി പോകാനായിട്ട് നല്ലതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടൊർമാലിൻ്റെ പെൻഡൻറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം ആ പെൻഡൻറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകുമ്പോൾ വെള്ളം ടാപ്പ് തുറന്ന് വിട്ടിട്ട് ഇത് ലോക്കറ്റ് അതിലോട്ട് വയ്ക്കുമ്പം ആ വെള്ളത്തിലൂടെ വെള്ളം ഈ ലോക്കറ്റിലൂടെ താഴേക്ക് പോകുമ്പോൾ ഈ വെള്ളത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളെല്ലാം താഴോട്ട് പോയി ഇത് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. മനസ്സുകൊണ്ട് സങ്കല്പിച്ചതിന് ശേഷം ആ സ്റ്റോൺ എടുത്ത് നല്ലതുപോലെ ഒന്ന് തുടച്ചിട്ട് നമ്മുടെ കൈവെള്ളകൾ ഒത്തിരി തവണ ഇങ്ങനെ കുടഞ്ഞതിന് ശേഷം ഇടത്തെ കൈയിലോട്ട് ബ്ലാക്ക് ടൊർമാലിൻ്റെ സ്റ്റോൺ എടുത്ത് വെച്ച് വലത്തെ കൈ അതിൻ്റെ മുകളിലോട്ട് പൊത്തിപ്പിടിച്ചിട്ട് ബ്ലാക്ക് ടൊർമാലിൻ പേരെടുത്ത് തന്നെ പറയണം. ബ്ലാക്ക് ടൊർമാലിൻ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും വലിച്ചെടുത്ത് എന്നെ ശുദ്ധീകരിച്ച് തരണം. എൻ്റെ ശരീരത്തിലേക്ക് യാതൊരുവിധ നെഗറ്റീവ് എനർജിയും കയറാതെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെ 3 തവണ പറയുക. പറഞ്ഞതിന് ശേഷം നമുക്ക് മാലയിലോ ചരടിലോ ഇത് നമുക്ക് ശരീരത്തെ ധരിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ കുളിച്ചിട്ട് വന്നിട്ട് ഇതിനെ പ്രോഗ്രാം ചെയ്ത് ഇങ്ങനെ കഴുകി ക്ലെൻസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് നമ്മൾ ധരിക്കണം. അപ്പം നമ്മളുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്റ്റോൺ 2ആയിട്ട് പൊട്ടിപ്പോവും. കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിപ്പോയാണെങ്കിൽ അത് ഉപേക്ഷിക്കുക, വീണ്ടും പുതിയത് വാങ്ങിച്ചു കൊടുക്കുക. ഇത് നമ്മളുടെ നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് നല്ലതാണ്. അടുത്തത് ടർക്കിഷ് ബ്ലൂ ഐയുടെ ബ്രേസ്ലെറ്റ്, അതിൻ്റെ ചെറിയ മുത്ത്, അതിൻ്റെ ഹാങ്ങിങ് ഐറ്റംസ്, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടി നമ്മുടെ വീട്ടിനെ ബാധിക്കാതിരിക്കാനായിട്ട് പ്രധാന ഡോറിന് സമീപം ടർക്കിഷ് ബ്ലൂ ഐ ഹാങ് ചെയ്യുന്നത്, മറ്റുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ആദ്യം ഈ ടർക്കിഷ് ബ്ലൂ ആയിരിക്കാൻ കാണുന്നത്, അത് നമ്മൾ ഹാങ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ദൃഷ്ടി വീട്ടിന് തട്ടാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്.
അതുപോലെ നമ്മളെ തട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ലോക്കറ്റ് വാങ്ങിച്ച് കഴുത്തിലിടാം, ഇത് നമ്മുടെ കീ ചെയിനായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ബ്രേസ്ലെറ്റ് ഇടാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് പിന്നെ കണ്ണ് തട്ടാതിരിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടൂൾസുകൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഫെങ്ഷു എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.